മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ് എന്താണെന്ന് നോക്കാം. മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് ആണ്. ഈ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ഇൻട്രാക്ഷൻസ് ആവാം, ഒബ്സർവേഷൻസ് ആവാം, സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ വരുന്ന അസസ്മെൻറ്റ്സ് ആവാം, അതുപോലെ തന്നെ റിട്ടൺ കേസ് നോട്ട്സും ഇലക്ട്രോണിക് നോട്ട്സും ലോഗ്സും എന്തുമാവാം. ഇത് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുറേറ്റും അതുപോലെ തന്നെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലയൻറ്റ് ഇൻട്രാക്ഷൻസ്, കേസ് പ്രോഗ്രസ്, സർവീസ് ഡെലിവറി ഇതുപോലെയുള്ള കാര്യങ്ങളുടെയൊക്കെ റെക്കോർഡ്സ് വരും. ഈ ഇൻഫോർമേഷൻ ഫ്യൂച്ചർ റിഫറൻസിലും നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടും കെയറിന് വേണ്ടിയിട്ടും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു മെത്തേഡ്സ് പ്രൊഫഷണൽ അക്കൗണ്ടബിലിറ്റിയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവാലുവേഷന് വേണ്ടിയിട്ടും ആയിരിക്കും ഉള്ളത്. ഡീറ്റെയിൽ അക്കൗണ്ട് ഓഫ് ഇൻ്റർവെൻഷൻസ്, ഡിസിഷൻസ്, ഔട്ട്കംസ് ഒക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് സൂപ്പർവിഷൻ, കേസ് റിവ്യൂസ്, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രാക്ടീസസിൽ വരും. ഇതൊക്കെയാണ് മെത്തേഡ്സ്. വെർബാറ്റിം റെക്കോർഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവെർസേഷൻസിലോ മീറ്റിംഗ്സിലോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലോ ക്ലയൻറ്റ് എന്താണോ പറഞ്ഞത് അത് എക്സാക്ട്ലി ഒരു വേർഡോ ഡീറ്റെയിൽസോ ഇൻ്റർപ്രിട്ടേഷൻസോ ഓൾട്ടറേഷനോ ഒന്നും ഇല്ലാതെ റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിനകത്തൊരു പ്രെസൈസും അക്യുറേറ്റും ആയിട്ടുള്ള അക്കൗണ്ട് ഓഫ് ഇൻട്രാക്ഷൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓൾസോ ഒറിജിനൽ ലാംഗ്വേജ് എക്സ്പ്രഷൻസ് അതിനകത്ത് പ്രിസർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കോൺടെക്സ്റ്റും ടോണും അതുപോലെ തന്നെ കോൺവെർസേഷൻസിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊരു ലീഗൽ ആൻഡ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ആണ്. കേസ് റിവ്യൂസിലും കോർട്ട് പ്രൊസീഡിങ്സിലും അക്കൗണ്ടബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സോഷ്യൽ വർക്ക് പ്രാക്ടീസസിൽ ഈ ഒരു റെക്കോർഡിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓൾസോ നെഗറ്റീവ് സൈഡ് പറയുവാണെങ്കിൽ ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ തന്നെ ലേബർ ഇൻറ്റൻസീവ് ആണ്. ഒരുപാട് എഫേർട്സും എടുക്കേണ്ടി വരും. ഓൾസോ നല്ല കെയർഫുൾ അറ്റൻഷൻ വേണ്ടി വരും. ഇത് അതേപോലെ ഓഡിയോ റെക്കോർഡിങ്സ് ആയിട്ട് എടുത്തിട്ട് റിട്ടൺ ഫോമിലോട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു ഒതൻറ്റിക് മെത്തേഡാണ് വെർബാറ്റിം റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. കണ്ടൻസ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് കീ പോയിൻ്റ് ഓഫ് ഇൻട്രാക്ഷൻസിൻ്റെ സമ്മറൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഒബ്സർവേഷൻസ്, അസസ്മെൻറ്റ്സ് ഒക്കെ ഒരു ബ്രീഫായിട്ട് ഫോക്കസ്ഡ് ഫോർമാറ്റിൽ കൊടുക്കുന്നതാണ്. അതായത് അത് ഭയങ്കര ഇലാബറേറ്റീവ് ആയിരിക്കത്തില്ല, ബ്രീഫായിരിക്കും. ഓൾസോ അതിനകത്ത് എസെൻഷ്യൽ ഇൻഫോർമേഷൻ മാത്രമേ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. ഓൾസോ ഒരു സ്ട്രീം ലൈൻഡ് വേർഷൻ ആയിരിക്കും ഇവൻസും അതുപോലെ തന്നെ ക്ലയൻറ്റ് പ്രോഗ്രസ്സിലും. ഇതൊരു ക്വിക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് മെയിൻലി ഒരു എഫിഷ്യൻറ്റ് ഡോക്യുമെൻറ്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു സോഷ്യൽ വർക്കേഴ്സിന് അക്യുറേറ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ലാഭിക്കാനും അതുപോലെ തന്നെ റെക്കോർഡിംഗ്, റിവ്യൂയിങ്, ഇൻഫോർമേഷനൊക്കെ ഉള്ള എഫേർട്സ് ഒരുപാട് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് മെയിനായിട്ട് സിഗ്നിഫിക്കൻറ്റ് ഫാക്ട്സ് ആയിരിക്കും, അതുപോലെ തന്നെ ഡിസിഷൻസും ഔട്ട്കംസും ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അത് ക്ലിയർ ആയിരിക്കും, അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ആയിരിക്കും. പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഫർമേഷൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. സമ്മറി റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റിൻ്റെ പ്രോഗ്രസ്, ഔട്ട്കംസ് അതുപോലെ തന്നെ ഓവറോൾ കേസ് സിറ്റുവേഷനെ പറ്റിയിട്ടുള്ളൊരു ഫൈനൽ സമ്മറി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരു സർവീസ് പീരീഡിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ്റെ എൻഡിലായിരിക്കും ഇത് നടക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് കീ ഇവൻറ്റ്സിൻ്റെ റിവ്യൂസും അതുപോലെ തന്നെ സമ്മറൈസിങ്ങും ആയിരിക്കും. അതിനകത്ത് അച്ചീവ്മെൻറ്റ്, ചലഞ്ചസ് അതുപോലെ തന്നെ കോംപ്രഹെൻസീവ് ഓവർവ്യൂ, അതായത് ഒരു കേസിൻ്റെ സ്റ്റാർട്ട് ടു ഫിനിഷ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഓൾസോ അതാണെങ്കിൽ ഇൻ്റർവെൻഷൻസിൻ്റെയും സ്ട്രാറ്റജീസും എഫക്റ്റീവ്നെസ്സും എങ്ങനെയാണ് ആ ഒരു ഹെൽപ്പ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാവുകയും ഒരു ഇൻസൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ എന്തൊക്കെ കിട്ടിയിട്ടില്ലെന്നും മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് മെയിനായിട്ട് റിപ്പോർട്ടിംഗ്, ഡോക്യുമെൻറ്റേഷൻ, ഫൈനൽ റിപ്പോർട്ട്സ്, അതുപോലെ കേസ് ക്ലോഷറിൻ്റെ ഫൈനൽ റിപ്പോർട്ട്സിന് വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓൾസോ ഇത് റിഫ്ലക്ഷൻ ലേണിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഓവറോൾ ഔട്ട്കംസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്യൂച്ചർ പ്രാക്ടീസ് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും സമ്മറി റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അനലിറ്റിക്കൽ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻസും അതുപോലെ തന്നെ ഇൻട്രാക്ഷൻസും ഒക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിനകത്ത് ഇഷ്യൂസും പാറ്റേൺസും ട്രെൻഡ്സും തമ്മിലൊക്കെ അനലൈസ് ചെയ്യുകയും ഇൻ്റർപ്രറ്റും ചെയ്തുമായിരിക്കും ഈ റൈറ്റിംഗ് വരുന്നത്. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിഫ്ലക്ഷൻസും ഇവാലുവേഷൻസും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സിന് ഇവൻറ്റ്സിൻ്റെ സിഗ്നിഫിക്കൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലയൻറ്റിൻ്റെ ബിഹേവിയർ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻ്റർവെൻഷൻസിൻ്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഇതാണെങ്കിൽ പ്രോബ്ലംസിനെയും സൊല്യൂഷൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓൾസോ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റും അക്കൗണ്ടബിലിറ്റിക്കും ഒക്കെ ഈ ഒരു അപ്രോച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സൂപ്പർവിഷൻ, കേസ് റിവ്യൂസ് അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്രാക്ടീസ് അതിന് വേണ്ടിയിട്ടൊക്കെ ഡിസ്കഷൻസിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓൾസോ ഇതൊരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കേസ് ഡൈനാമിക്സിനെ ബേസ്ഡ് ആയിരിക്കും ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ചോയ്സസും ഈ സോഷ്യൽ വർക്കേഴ്സ് എടുക്കുന്നത്.